Hi dear students, welcome to all. Today let us discuss the next chapter, The Sarang of Ranaganji by Dr. A.J. Cronin. First of all, let us discuss about the author. Dr. A.J. Cronin, 1896 to 1981, was a Scottish novelist and physician by profession. അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഒരു ഡോക്ടറായിരുന്നു. ഹിസ് മേജർ നോവൽസ് ഇൻക്ലൂഡ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകളെക്കുറിച്ചാണ് പറയുന്നത്. ഹാറ്റേഴ്സ് കാസിൽ 1931, ദ സ്റ്റാർസ് ലുക്ക് ഡൗൺ 1935, ദ സിറ്റാഡൽ 1937, ദ കീസ് ഓഫ് ദ കിങ്ഡം 1942, ദ ഗ്രീൻ ഇയേഴ്സ് 1944, ഷാനൻസ് വേ 1948, എ തിങ് ഓഫ് ബ്യൂട്ടി 1956, ദ ജൂദാസ് ട്രീ 1961, and a song of sixpence 1964. These are his novels. The next paragraph, his strength as a novelist are his keen observation, graphic description and his narrative skill. ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ കീൻ ഒബ്സർവേഷനാണ്, വളരെ സൂക്ഷ്മ നിരീക്ഷണം, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസ്ക്രിപ്ഷനാണ്, ആൻഡ് ഹിസ് നരേറ്റീവ് സ്കിൽ, അത് അവതരിപ്പിക്കുന്ന രീതിയാണ്. ദിസ് എക്സെപ്റ്റ് ഈസ് ടേക്കൺ ഫ്രം, ഈ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഭാഗം എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അഡ്വഞ്ചേഴ്സ് ഇൻ 2 വേൾഡ്സ് എന്ന പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹം എടുത്തത്. വാട്ട് ഈസ് ഇറ്റ്? ഹിസ് ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ. ഇറ്റ് ഈസ് എ ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ഓഫ് ഹിം. ഇറ്റ് ഈസ് ആൻ അനക്ഡോട്ട് ഫ്രം ഹിസ് എക്സ്പീരിയൻസ് ആസ് എ സർജൻ ഇൻ റോയൽ നേവി. റോയൽ നേവിയിൽ സർജൻ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു അനുഭവമാണ് ഇത് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് എ റിയൽ സ്റ്റോറി, യഥാർത്ഥത്തിലുള്ള ഒരു കഥയാണ് ഇത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ചാപ്റ്റർ. അറ്റ് ദ പേജ് നമ്പർ 112. Here is a story about a voyage from Liverpool to Calcutta during the British rule in India. It tells how the author and the hero of the story manage a potential calamity silently and bravely. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ലിവർപൂളിൽ നിന്നും കൽക്കട്ടയിലേക്ക് നടത്തിയ ഒരു കപ്പൽ യാത്രയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കഥയാണിത്. ഈ കഥ എഴുത്തുകാരനും നായകനുമായ ഇയാൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർ A.J. ക്രോണിൻ ധൈര്യത്തോടെ നേരിട്ട ഒരു ദുരന്തത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ദ സറാങ് ഓഫ് റണാഗഞ്ചി, ഡോക്ടർ A.J. ക്രോണിൻ. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ്. ലുക്ക് മൈ ഡിയർ, ഡിഡ് യു എവർ in your life see such an absurdly comic creature, a smartly dressed woman, first-class passenger on the Ranaganji, about to sail from Liverpool in the long voyage to Calcutta, made this remark in a high, well-bred voice to her companion as they stood before me on the liner's upper deck. Ranaganji is a name of ship. റണാഗഞ്ചിയിലെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ആകർഷകമായ രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എ സ്മാർട്ട്ലി ഡ്രസ്ഡ് വുമൺ. ഷീസ് ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഓൺ ദ റണാഗഞ്ചി. ഷീ അബൌട്ട് ടു സെയിൽ ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട. ലിവർപൂളിൽ നിന്നും കൽക്കട്ടയിലേക്കാണ് അവർ യാത്ര ചെയ്തിരുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? ഷീ മെയ്ഡ് ദിസ് റിമാർക്ക്, ഈ ഒരു കാര്യം പറഞ്ഞത് അവളാണ്. എന്താണ് പറഞ്ഞത്? ലുക്ക് മൈ ഡിയർ, ഡിഡ് യു എവർ ഇൻ യുവർ ലൈഫ് സീ സച്ച് ആൻ അബ്സേർഡ്ലി കോമിക് ക്രിയേച്ചർ. എന്താണ് ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്? ഇതുപോലെയുള്ള ഒരു കോമാളിയെ ഇന്നേ വരെ നിന്റെ ജീവിതത്തിൽ നീ കണ്ടിട്ടുണ്ടോ എന്ന് അവൾ കൂടെ യാത്ര ചെയ്തിരുന്ന മറ്റേ ആളോട് ചോദിക്കുകയാണ്. In high, well-bred voice to her companion as they stood before me on the liner's upper deck. അല്ലേ, ഇത് എൻ്റെ തൊട്ടടുത്തുള്ള ഞാനും ആ സ്ത്രീയും അവളുടെ കൂടെയുണ്ടായിരുന്ന ആ ഒരാളും ആ കപ്പലിൻ്റെ മുകളിലെ തട്ടിലായിരുന്നു നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് നന്നായി
ശ്രദ്ധിച്ചത്. Following their amused gaze, my eyes came to rest upon a squat, very ugly native seaman, with a short legs and large disproportionate head. I recognized him as an Indian serang, or a quartermaster of the ship. He was quietly superintending the crew of the Lascas, now completing the loading of baggage. Looks hardly human, agreed the man with a superior smile. ഫോളോയിങ് ദെയർ അമ്യൂസ്ഡ് ഗേസ്, അവരുടെ കളിയാക്കുന്ന ആ ഒരു നോട്ടത്തെ പിന്തുടർന്ന് ഞാൻ എന്താണ് കണ്ടത് അല്ലേ? അവരുടെ നോട്ടത്തെ അനുഗമിച്ച എനിക്ക് ചെറിയ കാലുകളും എന്നാൽ വലിയ തലയുമുള്ള വിരൂപനായ ഒരു ജോലിക്കാരനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. നേറ്റീവ് സീമാൻ. അയാൾ ഒരു ഇന്ത്യൻ സെറാങ് ആയിരുന്നു അല്ലേ? എന്നാൽ സെറാങ് എന്ന് പറഞ്ഞാൽ നാവിക ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. കപ്പലിലെ നാവികമായ ചുമതലകൾ അയാൾക്കായിരുന്നു. അയാൾ ലഗേജുകൾ കയറ്റുന്ന ചുമതല പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കപ്പലിലെ തൊഴിലാളികളെ ശാന്തനായി വീക്ഷിക്കുകയാണ്. ഹി വാസ് ക്വയറ്റ്ലി സൂപ്പറിൻറ്റൻഡിങ് അല്ലേ? അയാളാണ് മേൽനോട്ടം വഹിക്കുന്നത്. ദ ക്രൂ മീൻസ് കപ്പലിലെ ജോലിക്കാർ. ക്രൂ ഓഫ് ദ ലാസ്കാസ് നൗ കംപ്ലീറ്റിംഗ് ദ ലോഡിംഗ് ഓഫ് ബാഗേജ്. ബാഗേജ് മീൻസ് ലഗേജ്. ആ ജോലിക്കാരൻ ഇവർ പറയുന്നത് ലുക്സ് ഹാർഡ്ലി ഹ്യൂമൻ അല്ലെ? അയാളെ മനുഷ്യനെ പോലെ തോന്നുന്നില്ല എന്നാണ് ആ സ്ത്രീ, കൂടെയുണ്ടായിരുന്ന ആൾ സ്ത്രീയോട് പറയുന്നത്. വിത്ത് എ സുപ്പീരിയർ സ്മൈൽ അല്ലേ? വളരെ ഗമയോടുകൂടെ ചിരിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ശ്രദ്ധിക്കാം. ഓരോ ഭാഗവും ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്ത് തന്നെ പോകാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ സാധിക്കും. വാട്ട് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് വാസ് നോട്ടബിൾ അബൌട്ട് ദ അപ്പിയറൻസ് ഓഫ് ദ ഇന്ത്യൻ സെറാങ്? ഇന്ത്യൻ നാവിക ജോലിക്കാരൻ്റെ ശരീരപ്രകൃതിയുടെ സവിശേഷത എന്താണ്? അതിൻ്റെ ആൻസർ നമുക്കിതിൽ കാണാം. സെക്കൻഡ് പാരഗ്രാഫിൽ കാണാം. He was squat and looked very ugly. He was with short legs and a large disproportionate head. അയാൾ പൊക്കം കുറഞ്ഞ് തടിച്ചവനും വിരൂപനുമായിരുന്നു. അതുപോലെ തന്നെ ചെറിയ കാലുകളും ലാർജ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഹെഡ്. നമുക്കൊക്കെ ഉള്ളത് പ്രൊപ്പോർഷനേറ്റ് ഹെഡാണ്. നമ്മുടെ ശരീരത്തിന് അനുസരിച്ചുള്ള തലയാണ് നമുക്കുള്ളത്. ഇത് ഡിസ്പ്രൊപ്പോർഷനേറ്റ് അല്ലേ? ആനുപാതികമല്ലാത്ത ഒരു തലയാണ്. അതിനേക്കാൾ ശരീരത്തേക്കാൾ വലിയ ഒരു തലയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഇംഗ്ലൻഡ്സ് എ ചാപ്പ് ടു ബിലീവ് ദാറ്റ് ഡിയർ ഓൾഡ് ഡാർവിൻ വാസ് നോട്ട് ഓൾ ടുഗദർ റോങ്. അല്ലേ? അവർ പിന്നെ പറയുന്നത് എന്താണ്? അയാളെ കാണുമ്പോൾ ഡാർവിൻ്റെ നിരീക്ഷണം ശരിയായിരുന്നു എന്ന് ചിന്തിക്കുന്നുവെന്നും അയാൾ കൂട്ടിച്ചേർത്തു. എന്നാൽ ഡാർവിൻ പറഞ്ഞത് എന്താ? മനുഷ്യൻ കുരങ്ങനിൽ നിന്നുണ്ടായതെന്നാണ് ഡാർവിൻ പറഞ്ഞത്. അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ ആരെപ്പോലെ തോന്നുന്നു? കുരങ്ങനുമായി ഒരു സിമിലാരിറ്റി ഉള്ളതുപോലെയാണ് ഇവർ സംസാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. The voyage began favorably in calm, clear weather. We crossed the Bay of Biscay without suffering undue from the turbulent waters, and soon we were through the Strait of Gibraltar. Traversing the tranquil Mediterranean under the azure skies, the Ranaganji was a stout old tub manned by the white officers, with an entirely native Indian crew. I was the physician of the ship, and was delighted by the balmy breezes and brilliant sunshine. The voyage എന്ന് പറഞ്ഞാൽ കടലിലെ യാത്രയാണ് വോയേജ് എന്ന് പറയുന്നത്. ബിഗാൻ ഫേവറബിളി ഇൻ കാം ഇൻ ക്ലിയർ വെതർ. വളരെ ശാന്തമായ തെളിഞ്ഞ കാലാവസ്ഥയിലായിരുന്നു നമ്മുടെ യാത്ര തുടങ്ങിയിരുന്നത്. അങ്ങനെ ബിസ്കേ ഉൾക്കടൽ കടക്കുന്നത് വരെ ഇളകി മറിയുന്ന ജലം യാതൊരു പ്രശ്നവും ഞങ്ങൾക്ക് ഉണ്ടാക്കിയില്ല. ടർബുലൻ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ പ്രക്ഷുബ്ധമായ കടൽ. ജിബ്രാൾട്ടർ കടലിടുക്കും അതുപോലെ തന്നെ മെഡിറ്ററേനിയനും നീലാകാശത്തിനു താഴെ ശാന്തമായ കാലാവസ്ഥയിൽ കടന്നുപോയി. അസ്യൂർ എന്ന് പറഞ്ഞാൽ നീലാകാശം, അസ്യൂർ ബ്ലൂ സ്കൈസ്. ദ റണാഗഞ്ചി, ഇനി പറയുന്നത് റണാഗഞ്ചിയെ കുറിച്ചാണ്. റണാഗഞ്ചി വാസ് എ സ്റ്റൗട്ട് ഓൾഡ് ടബ്.
രണാഗഞ്ചി വലിയ ഒരു കപ്പലായിരുന്നു. മാൻഡ് ബൈ വൈറ്റ് ഓഫീസേഴ്സ്. മാൻഡ് മീൻസ് മാനേജ്ഡ് ബൈ വൈറ്റ് ഓഫീസേഴ്സ്. വെള്ളക്കാരാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു കപ്പലായിരുന്നു. വിത്ത് ആൻ എൻറ്റയർലി നേറ്റീവ് ഇന്ത്യൻ ക്രൂ. എന്നിരുന്നാലും അതിലുണ്ടായിരുന്ന മുഴുവൻ ജോലിക്കാരും ഇന്ത്യക്കാരായിരുന്നു. ദെൻ ഐ വാസ്, അല്ലേ, ഞാൻ ആരായിരുന്നു? ദ ഫിസിഷ്യൻ ഓഫ് ദ ഷിപ്പ്. ആ കപ്പലിലെ ഡോക്ടറായിരുന്നു. ആൻഡ് ഐ വാസ് ഡിലൈറ്റഡ് ബൈ ദ ബാമി ബ്രീസസ് ആൻഡ് ബ്രില്യൻ സൺഷൈൻ. ഞാൻ വളരെയധികം സന്തോഷവാനായിരുന്നു. ബാമി ബ്രീസസ് എന്ന് പറഞ്ഞാൽ വളരെ സുഗന്ധിയായ കാറ്റും അതുപോലെ തന്നെ ബ്രില്യൻ നല്ല തെളിഞ്ഞ സൺഷൈനും ഉണ്ടായിരുന്നു. അപ്പോൾ യാത്ര പൊതുവെ വളരെയധികം സുഖകരമായ രീതിയിലായിരുന്നു ആരംഭിച്ചത്. ദെൻ the ship was crowded, packed with passengers from stem to stern, the usual tourists and pleasure seekers, together with a large number of Anglo-Indian army officers, many of whom were accompanied by their wives and families. Ship was crowded. കപ്പൽ നിറയെ ആളുകളായിരുന്നു. ആരൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്? പാക്ക്ഡ് വിത്ത് പാസഞ്ചേഴ്സ് ഫ്രം സ്റ്റെം ടു സ്റ്റേൺ. അടി മുതൽ നെറുവരെ, തുടക്കം മുതൽ അവസാനം വരെ സാധാരണയുണ്ടായിരുന്ന ഉല്ലാസയാത്രക്കാരും വിനോദയാത്രക്കാരും അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസർമാരും ഉണ്ടായിരുന്നു. അവരോടൊപ്പം എല്ലാവരും അവരുടെ ഭാര്യമാരും കുടുംബക്കാരും എല്ലാം ഉണ്ടായിരുന്നു. യാത്ര തുടങ്ങിയപ്പോൾ കപ്പലിൽ വളരെയധികം സന്തോഷമായിരുന്നു. ഫ്രം ദ ഫസ്റ്റ് നൈറ്റ് ഔട്ട് ദർ വാസ് എ ട്രമൻഡസ് ഗയറ്റി. അല്ലേ, വളരെയധികം സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഹിയർ വി ക്യാൻ സി എ ക്വസ്റ്റ്യൻ. ഹൂ വർ ദ പാസഞ്ചേഴ്സ് ഓൺ ദ രണാഗഞ്ചി? രണാഗഞ്ചിയിലെ യാത്രക്കാർ ആരെല്ലാമായിരുന്നു? ആൻസർ: ദ പാസഞ്ചേഴ്സ് വർ ഓൺ ദ രണാഗഞ്ചി വർ ടൂറിസ്റ്റ് ആൻഡ് ദ പ്ലഷർ സീക്കേഴ്സ്. ഉല്ലാസയാത്രക്കാരും അതുപോലെ തന്നെ വിനോദയാത്രക്കാരുമായിരുന്നു ഇതിലെ പാസഞ്ചേഴ്സ്. ഓക്കെ. The chief among the social promoters was Miss Joppa Smith, the woman whom I had overheard the boat deck the morning of our departure. അപ്പോൾ the chief among the social promoters, ഈ പരിപാടികൾക്ക്, ഉല്ലാസ പരിപാടികൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ആരായിരുന്നു? ഷി വാസ് മിസ് ജോപ്പ സ്മിത്ത്. അവരായിരുന്നു ജോപ്പ സ്മിത്ത്. ദ വുമൺ, അല്ലേ, അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ദ വുമൺ ഹൂം ഐ ഹാഡ് ഓവർ ഹേർഡ് ദ ബോട്ട് ഡെക്ക് ഓഫ് ദ മോർണിംഗ് ഓഫ് അവർ ഡിപ്പാർച്ചർ. ഇന്ന് രാവിലെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കേട്ട ശബ്ദം അവരുടേതായിരുന്നു. അവരാണ് ഒരു കപ്പലിലെ യാത്രക്കാരനെ നോക്കി കളിയാക്കിക്കൊണ്ട് സംസാരിച്ചിരുന്നത്. ഓർമ്മയില്ലേ? അല്ലേ, ഡാർവിനെ പോലെയാണെന്നും അല്ലേ, ഇങ്ങനെയുള്ളൊരു കോമിക് ക്രിയേച്ചറിനെ നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞത് ജോപ്പ സ്മിത്ത് ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ജോപ്പ സ്മിത്തിനെ കുറിച്ച് നോക്കാം. Mad Joppa Smith was a thrusting person, obviously over 30, got up in a dashing style to look younger. She was not only a snob but a bore, an assertive bore. അപ്പോൾ മാഡം ജോപ്പ സ്മിത്ത് വാസ് എ ത്രസ്റ്റിംഗ് പേഴ്സൺ. ഒരു ത്രസ്റ്റിംഗ് പേഴ്സൺ ആയിരുന്നു, ഒരു ഫോഴ്സിങ് പേഴ്സൺ ആണ്. ഒബ്വിയസ്ലി, തീർച്ചയായിട്ടും 30 വയസ്സ് കഴിഞ്ഞിരുന്നു. ഗോട്ട് അപ്പ് ഇൻ എ ഡാഷിംഗ് സ്റ്റൈൽ ടു ലുക്ക് യങ്ങർ. എങ്കിലും പകിട്ടാർന്ന അവരുടെ രീതികൾ അവരുടെ പ്രായം കുറച്ച് തോന്നിപ്പിച്ചു. ഷി വാസ് നോട്ട് ഓൺലി എ സ്നോബ്, അല്ലേ, അവർ പൊങ്ങച്ചക്കാരി മാത്രമായിരുന്നില്ല, ബട്ട് എ ബോർ, ഒരു മടുപ്പിക്കുന്ന പ്രകൃതക്കാരിയായിരുന്നു. അൻ അസേർട്ടീവ് ബോർ, അല്ലേ, തീർച്ചയായും എല്ലാവർക്കും ബോറാകുന്ന ഒരു ആളായിരുന്നു ജോപ്പ സ്മിത്ത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് എന്ത് കാണാം? ഹു വാസ് മിസ് ജോപ്പ സ്മിത്ത്? ആരാണ് മിസ് ജോപ്പ സ്മിത്ത്? റൈറ്റ് എ ഷോർട്ട് ക്യാരക്ടർ സ്കെച്ച്. അവളെക്കുറിച്ച് ഒരു ലഘു വിവരണം നൽകുക.
അപ്പോൾ മിസ് ജോപ്പ സ്മിത്ത് വാസ് എ പാസഞ്ചർ ഓൺ ദ റണാഗഞ്ചി അല്ലേ, ഇതൊരു 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്താലേ അവളുടെ ക്യാരക്ടർ സ്കെച്ച് മൊത്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിർബന്ധമായും കൂട്ടിച്ചേർക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു 3 ലൈന്. മിസ് ജോപ്പ സ്മിത്ത് വാസ് എ ത്രസ്റ്റിംഗ് പേഴ്സൺ, ഒബ്വിയസ്ലി ഓവർ 30, ഗോട്ട് അപ്പ് ഇൻ ഡാഷിംഗ് സ്റ്റൈൽ ടു ലുക്ക് യങ്ങർ. ഷി വാസ് നോട്ട് ഓൺലി എ സ്നോബ് ബട്ട് എ ബോർ ആൻഡ് അസേർട്ടീവ് ബോർ. ഇത് നിർബന്ധമായും അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ ആ വഴിയെ നമ്മൾ പറയും. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് 4 മാർക്കിന് 5 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്ന് ചേർക്കാനുള്ളത് ഷി വാസ് എ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ, ചീഫ് എമംഗ് ദ സോഷ്യൽ പ്രൊമോട്ടേഴ്സ്. ഷി ഈസ് ഓൾവേസ് സീൻ വിത്ത് ഹെർ മെയിൽ കമ്പാനിയൻ റോണി. ഇതൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അങ്ങനെ വി റീച്ച്ഡ് പോർട്ട് സെയ്ദ്, എവരി വൺ വെന്റ് അഷോർ എക്സൈറ്റ്ലി, കെയിം ബാക്ക് വിത്ത് സിൽക്സ്, ഷോൾസ്, സിഗരറ്റ്സ്, സെൻറ്റ് ആൻഡ് ജ്വല്ലറി. Then we were through the Red Sea, passed with the barren rocks of Aden, and out upon a wide Arabian Sea. അങ്ങനെ ഞങ്ങൾ പോർട്ട് സെയ്ദിലെത്തി. എല്ലാവരും വളരെ ആശ്ചര്യത്തോടെ തന്നെ തീരത്തേക്ക് അണഞ്ഞു. അങ്ങനെ അവർ സിൽക്ക്, ഷാള്, സിഗരറ്റ്, സുഗന്ധദ്രവ്യങ്ങൾ, ആഭരണങ്ങൾ എന്നിവ വാങ്ങിക്കൂട്ടി. അതുപോലെ തന്നെ ഞങ്ങൾ ചെങ്കടലും അതുപോലെ തന്നെ ഏഡൻ്റെ പാറക്കെട്ടുകളും കടന്നു യാത്രയായി. ഇപ്പോൾ ഞങ്ങൾ അറേബ്യൻ സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഞങ്ങളിപ്പോൾ എത്തിയത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഓൺ ദ ഫോളോയിങ് മോർണിംഗ്, ആസ് ഐ ഹെൽഡ് മൈ കൺസൾട്ടേഷൻ ഇൻ ദ സർജറി അഡ്ജോയിനിങ് മൈ ക്യാബിൻ, ദ സെറാങ് ഹസൻ അപ്പിയേർഡ്, bringing with him 2 of his Lascar deckhands. He inclined his head in a respectful salam and addressed me. His voice was hoarse, yet it had a steady undertone. Dr. Sahib, I fear these men are sick. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ സർജറി റൂമിൽ പതിവ് കൺസൾട്ടേഷനുമായി ഇരിക്കുകയാണ്. ആ സമയത്ത് ഹസൻ എന്ന ഈ ജോലിക്കാരൻ തൻ്റെ കൂട്ടത്തിലുള്ള മറ്റ് 2 ഇന്ത്യൻ ജോലിക്കാരുമായി കടന്നു വന്നു. എനിക്ക് അഭിവാദ്യങ്ങൾ നൽകിയതിന് ശേഷം അദ്ദേഹം 2 പേർക്കും ഒരു അസുഖമാണെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ പരുക്കനായിരുന്നു. കാരണം ഒരു ടെൻഷനോടുകൂടെ പറയുന്നത് പോലെയാണ് തോന്നുന്നത്. എന്താ അദ്ദേഹം പറയുന്നത്? ഡോക്ടർ സാഹിബ്, ഐ ഫിയർ ദീസ് മെൻ ആർ സിക്ക്. അല്ല, ഇവർക്ക് രോഗമുണ്ടോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ. ദ സീമെൻ certainly did not look well. They complained the general malaise, the intense headache and racking bone pains. They looked frightened too, and I asked them to strip and began my examination. Both were fevered, with thickly furred tongues and that dry skin which is nature's gravest warning. And then to my horror, my palpitating fingers became aware of a scattering of hard little nodules under the wrist skin of each man. It was an unmistakable symptom of smallpox. അല്ലേ, അവർ പൊതുവായ അല്ലേ, ദ സീമൻ ഡിഡ് നോട്ട് ലുക്ക് വെൽ, അല്ലെ, അവർക്ക് ഇല്ലായിരുന്നു. അവർ പൊതുവായ അസുഖത്തെക്കുറിച്ച് പരാതി പറഞ്ഞു. ഇൻറ്റൻസ് ഹെഡേക്ക്, അല്ലെ, ശക്തമായ തലവേദനയുണ്ടായിരുന്നു. ആൻഡ് റാക്കിംഗ് ബോൺ പെയിൻസ്, അല്ലെ, അസഹനീയമായ എല്ലുകളുടെ വേദനയുണ്ടായിരുന്നു. കൂടാതെ ദേ ലുക്ക്ഡ് ഫ്രൈറ്റൻ ടു, അല്ലെ, അവർ വളരെയധികം പരിഭ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് എനിക്ക് അവരെ പരിശോധിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഒന്ന് അഴിക്കാൻ പറഞ്ഞു. ബോത്ത് വേർ ഫീവേർഡ്, 2 പേർക്കും നല്ല പനിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിക്കിലി ഫർഡ് ടങ്സ്, നാവെല്ലാം കട്ടിയായ ഉമിനീരുണ്ടായിരുന്നു നാവിൽ. ഡ്രൈ സ്കിൻ, അല്ലേ, വരണ്ട തൊലിയായിരുന്നു. ഇതായിരുന്നു പ്രകൃതിയുടെ ഏറ്റവും മോശമായ ഒരു മുന്നറിയിപ്പായിരുന്നു അത്. ആൻഡ് ദെൻ ടു മൈ ഹൊറർ, അല്ലേ, എനിക്ക് ആകെ പേടിയായി. ഐ എന്ന് പറഞ്ഞാൽ ഡോക്ടർ A.J. ക്രോണിൻ. അവരുടെ കൈത്തണ്ടയിൽ ഞാൻ, അല്ലേ, മൈ പാൽപിറ്റേറ്റിംഗ് ഫിംഗേഴ്സ് ബിക്കെയിം അവെയർ ഓഫ് സ്കാറ്ററിങ് ഹാർഡ് ലിറ്റിൽ നൊഡ്യൂൾസ്, അല്ലേ, അവരുടെ ശരീരത്തിൽ ചെറിയ ചെറിയ കൈത്തണ്ടയിൽ ചെറിയ ചെറിയ മുഴകൾ ഞാൻ
കണ്ടു, ചെറിയ കുരുക്കൾ വന്നതായി ഞാൻ കണ്ടു. ഇതായിരുന്നു ഇറ്റ് വാസ് അൺമിസ്റ്റേക്കബിൾ സിംറ്റം ഓഫ് സ്മാൾ പോക്സ്. അല്ലേ, ഒരിക്കലും തെറ്റാത്ത രോഗത്തിൻ്റെ സ്പഷ്ടമായ ലക്ഷണങ്ങളായിരുന്നു അത്. അല്ലേ, വസൂരിയുടെ ലക്ഷണങ്ങളായിരുന്നു ഞാൻ അവരിൽ കണ്ടത്. അപ്പോൾ ഇവിടെയുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ കണ്ടീഷൻ ഓഫ് ദ സീമൻ ഹൂ വേർ ബ്രോട്ട് അപ്പ് ബൈ സെറാങ് ടു ഡോക്ടർ എച്ച് എ ക്രോണിൻ? ആ കപ്പൽ ജോലിക്കാരൻ മറ്റു 2 കപ്പൽ ജോലിക്കാരെ ഡോക്ടർ എച്ച് എ ക്രോണിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായിരുന്നു അവരുടെ അവസ്ഥ? അപ്പോൾ ഏത് മുതലാണ്? ദ സീമൻ ഡിഡ് നോട്ട് ലുക്ക് വെൽ, ദേ കംപ്ലെയിൻഡ് ജനറൽ മലായിസ്, intense headache and severe bone pains. They looked frightened as the doctor began to examine them. Both had fever. Their tongues were covered with thick sputum. They had dry skin, which is the nature's the gravest warning. The doctor then discovered that had little nodules under the skin of each man. It was the sure symptom of smallpox. ഇത്രയും ഉൾപ്പെടുത്തി എഴുതണം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഹൗ ഡിഡ് ഡോക്ടർ എ ജെ ക്രോണിൻ കൺക്ലൂഡ് ദാറ്റ് സീമെൻ വേർ ഇൻഫ്ലക്റ്റഡ് വിത്ത് സ്മാൾ പോക്സ്? കപ്പൽ ജോലിക്കാർക്ക് വസൂരിയാണെന്ന് ക്രോണിൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഡോക്ടർ എ ജെ ക്രോണിൻ കൺക്ലൂഡഡ് ദാറ്റ്, അല്ലേ, അദ്ദേഹം ഉറപ്പിച്ചു, ദ സീമെൻ വേർ ഇൻഫ്ലക്റ്റഡ് വിത്ത് സ്മാൾ പോക്സ് ബിക്കോസ് ഹി ഡിസ്കവേർഡ് ഹാർഡ് ലിറ്റിൽ നോഡ്യൂൾസ് അണ്ടർ ദെയർ റിസ്റ്റ് സ്കിൻ. അവരുടെ കൈത്തണ്ടയിൽ ചെറിയ ചെറിയ മുഴകൾ കണ്ടതോടെയാണ് വസൂരിയാണെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തിയത്. കാരണം വസൂരിയുടെ ലക്ഷണങ്ങളാണ് ചെറിയ ചെറിയ കുരുക്കൾ, മുഴകൾ. ഓക്കെ, ദെൻ young and inexperienced in my profession, I had not learned to control my feelings. My expression must have altered visibly, for although the Serang said nothing, his lined and battered faces assumed a look of deeper gravity. Hurriedly, with beating heart, I made my way to the bridge. ഞാൻ ചെറുപ്പമായിരുന്നു, അതുപോലെ തന്നെ ജോലിയിൽ മുൻപരിചയവുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ ഹാഡ് നോട്ട് ലേൺ ടു കൺട്രോൾ മൈ ഫീലിങ്സ്, എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. അല്ലേ, എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യും? തങ്ങളുടെ പരിഭ്രമത്തെ മറച്ചു വെക്കാൻ, അല്ലേ, അത് കാണിക്കാതെ ചികിത്സിക്കാനുള്ള ഒരു കഴിവൊക്കെ വരും. ഇതൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു. കാരണം ഹി വാസ് യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻ ഹിസ് പ്രൊഫഷൻ. പിന്നെ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു പേടി ഉണ്ടാവും. ഇപ്പോൾ നിപ്പ വൈറസ് വന്നതുപോലെ, അതുപോലെ തന്നെ കൊറോണ വന്നത്, അല്ലേ, അത് പരിശോധിക്കുമ്പോൾ ഡോക്ടേഴ്സിന് നല്ല ഭയം ഉണ്ടാവും. അതുപോലെ തന്നെയുള്ളൊരു മരണത്തിന് കാരണമാകുന്ന ഒരു അസുഖം തന്നെയാണ് വസൂരി. മൈ എക്സ്പ്രഷൻ മസ്റ്റ് ഹാവ് ആൾട്ടേർഡ് വിസിബിളി, എൻ്റെ ആ ഒരു ഫീലിങ്സ് എൻ്റെ മുഖത്ത് നല്ല പോലെ തോന്നി. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ഞാൻ മാറിപ്പോയി. പക്ഷേ ഫോർ ആൾദോ ദ സെറാങ് സെഡ് നത്തിങ്, ഹസൻ ഒന്നും പറഞ്ഞില്ല. ഇത് കണ്ടിട്ട് പേടിച്ചിട്ടൊന്നും ഹസൻ ഒന്നും പറഞ്ഞില്ല. ഹിസ് ലൈൻഡ് ആൻഡ് ബാറ്റേഡ് ഫേസസ് അസ്യൂംഡ് എ ലുക്ക് ഓഫ് ഡീപ്പർ ഗ്രേവിറ്റി, പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളരെയധികം ഗൗരവം നിറഞ്ഞു വന്നു. ഹറിയഡ്ലി, പെട്ടെന്ന് തന്നെ, വിത്ത് ബീറ്റിംഗ് ഹാർട്ട്, അല്ലേ, പിടക്കുന്ന ഹൃദയത്തോട്, ഐ മെയ്ഡ് മൈ വേ ടു ദ ബ്രിഡ്ജ്, ഞാൻ പെട്ടെന്ന് തന്നെ കപ്പലിൻ്റെ നിയന്ത്രണ മുറിയിലേക്ക് കയറിപ്പോയി. ആരോട് പറയാനാണ്? ക്യാപ്റ്റനോട് പറയാനായി. കപ്പലിലെ ക്യാപ്റ്റനോട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. Captain Hamble was not there, but in the chart room below. He looked up sharply as I burst in. Sir, my voice broke. I have to report smallpox on board. 2 of the deck hands. I saw his lip draw tightly together. എന്നാൽ ക്യാപ്റ്റൻ ഹാമ്പിൾ അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം താഴെയുള്ള ചാർട്ട് റൂമിലായിരുന്നു. ഞാൻ ധൃതിയിൽ റൂമിലേക്ക് അനുവാദം ചോദിക്കാതെ തന്നെ കയറി ചെന്നതുകൊണ്ട് അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി. അദ്ദേഹം നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. മേലെ 2 ജോലിക്കാർക്ക് വസൂരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ വലിഞ്ഞു മുറുകുന്നത് ഞാൻ കണ്ടു.
ഇനി അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹി വാസ് എ തിക്സഡ് മാൻ ഓഫ് 55, നോൺ ആസ് എ സ്ട്രിക്ട് ഡിസിപ്ലിനേറിയൻ ബട്ട് ആൾസോ എ ജസ്റ്റ് ആൻഡ് ഫയർ മൈൻഡഡ് ഓഫീസർ. അദ്ദേഹം വളരെ അച്ചടക്കമുള്ള ഗൗരവത്തോടു കൂടിയ ഒരു 55-കാരനാണ്. എന്നാൽ നീതിയും ധർമ്മവുമുള്ള ഒരു ഓഫീസർ കൂടിയായിരുന്നു ക്യാപ്റ്റൻ ഹാമ്പിൾ. "Doctor," he said, drawing up at last and coming to close me, his words unmistakably grim. "Listen, you are in the charge of the health of the ship. It is entirely up to you. I can't give you any of my officers because I am overloaded and understaffed, but I am going to give you the Sarang. Believe me, he is the finest man I have. You have got to keep this thing from spreading, and what's more, don't let a whisper of it get out, or we will have a bloody panic." അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വളരെ അധികം അടുത്തേക്ക് വന്നുകൊണ്ട് എന്നോട് വളരെ ഗൗരവത്തോടെ കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? "ലിസൺ, യു ആർ ഇൻ ചാർജ് ഓഫ് ദ ഹെൽത്ത് ഓഫ് ദ ഷിപ്പ്. ഈ കപ്പലിലെ ആരോഗ്യത്തെ സംബന്ധിച്ച മുഴുവൻ ചുമതലയും നിങ്ങൾക്കാണ്. ഇറ്റ് ഈസ് എൻറ്റയർലി അപ് ടു യു. മുഴുവനായും നിങ്ങൾക്കാണ് അതിൻ്റെ ചുമതല. അതുകൊണ്ട് എൻ്റെ ഒരു ഓഫീസർമാരെയും സഹായത്തിന് നൽകാൻ, ഒരാളെയും ജോലിക്കാരെ പോലും സഹായത്തിന് നൽകാൻ പറ്റുകയില്ല. കാരണം ഇപ്പോൾ തന്നെ ഓവർലോഡഡാണ്, അതുപോലെ തന്നെ സ്റ്റാഫ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ജോലിക്കാരെ തരാം, സഹായത്തിനായി ഹസനെ തരാം." അദ്ദേഹം പറയുന്നത്, "ഹീ ഈസ് ദ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ്." ക്യാപ്റ്റൻ്റെ കീഴിലുള്ള ഏറ്റവും നല്ല ഓഫീസറായിരുന്നു ഹസൻ. അതുപോലെ തന്നെ അസുഖം മറ്റുള്ളവർക്ക് ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം എടുക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു യാത്രക്കാർ പരിഭ്രമിക്കുമെന്നതിനാൽ വസൂരി എന്ന അസുഖത്തെക്കുറിച്ച് ആരോടും പറയരുതെന്നും അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഇതറിഞ്ഞാൽ എല്ലാവരും ബ്ലഡി പാനിക് എന്ന് പറഞ്ഞാൽ അതാ, എല്ലാവർക്കും പരിഭ്രമം ഉണ്ടാവും, വളരെയധികം പരിഭ്രമം ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് മരണത്തിന് കാരണമാകുന്ന ഒരു പകർച്ചവ്യാധിയാണ്. അങ്ങനെ ഇതിൻ്റെ സൈഡിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ദ ക്യാപ്റ്റൻ ഹാമ്പിൾ. ക്യാപ്റ്റൻ ഹാമ്പിളിനെ കുറിച്ച് പറയുക. വാട്ട് വാസ് ഹിസ് റിയാക്ഷൻ വെൻ ഹി ഹേർഡ് അബൌട്ട് ദ ബ്രേക്ക് ഔട്ട് ഓഫ് ദ സ്മാൾ പോക്സ് ഓൺ ദ ഷിപ്പ്? ക്യാപ്റ്റൻ ഹാമ്പിളിനെ കുറിച്ച് വിവരിക്കുക. കപ്പലിൽ വസൂരി രോഗം പടരുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? Captain Hamble was a thick-set man of 55. He was known as a strict disciplinarian. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. അതിൽ നിന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. When the doctor told him that two of the deckhands had smallpox, Captain Hamble's lips drew tightly together, showing his tension. He was also a just and fire-minded officer. When he heard about the breakout of the smallpox on the ship, he asked the doctor to do his best to keep the disease from spreading. He also wanted others not to know about the diseases as the passengers would get them panically. മറ്റുള്ളവർക്ക് രോഗം പടരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം വേണ്ടത് ചെയ്യണമെന്ന് ഡോക്ടറോട് പറഞ്ഞു. മറ്റുള്ളവരിൽ നിന്ന് അസുഖത്തിൻ്റെ വിവരം മറച്ചു പിടിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. കാരണം മറ്റു യാത്രക്കാരെല്ലാവരും ഭയപ്പെടും. അങ്ങനെ ഐ ലെഫ്റ്റ് ദ ചാർട്ട് റൂം റിയലൈസിങ് മൈ ഗ്രേവ് റെസ്പോൺസിബിലിറ്റി വിത്ത് വീക്ക്നെസ് ഇൻ മൈ സ്റ്റൊമക്ക്, ദ ഡെസ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ പൊസിഷൻ. ഹിയർ വി were in the middle of the Arabian Sea. 1,500 passengers abroad, no means of whatever vaccinating them, and smallpox, the most deadly contagion, the whole dictionary of disease. അങ്ങനെ ഞാൻ ചാർട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഐ റിയലൈസ്ഡ് ഞാൻ മനസ്സിലാക്കി, വിത്ത് എ വീക്ക്നെസ് ഇൻ മൈ സ്റ്റൊമക്ക് എൻ്റെ വയറിനുള്ളിൽ എന്തോ ഒരു വയറ് കാളുന്നു. എന്താണ് അദ്ദേഹത്തിന് ടെൻഷൻ കൊണ്ട്. എന്തായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ടെൻഷൻ വരാൻ കാരണം? ദ ഡെസ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ പൊസിഷൻ, എൻ്റെ ജോലിയുടെ ചുമതലയുടെ ആ ഒരു ഗൗരവം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഡെസ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്, നിരാശ തോന്നുന്ന. ഹിയർ
ആ സമയത്ത് ഞങ്ങൾ എവിടെയാണ്? ഹിയർ വി വേർ ഇൻ ദ മിഡിൽ ഓഫ് അറേബ്യൻ സീ. അറബിക്കടലിൻ്റെ നടുവിലാണ് ഞങ്ങളിപ്പോൾ ഉണ്ടായിരുന്നത്. ഏകദേശം 1500 യാത്രക്കാരുമായിട്ടാണ് ഞങ്ങളുടെ കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 1500 പാസഞ്ചേഴ്സ് ഓൺ ബോർഡ് എബ്രോഡ്. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾക്ക് മരുന്ന് നൽകുന്നതിനുള്ള യാതൊരു വഴിയും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. നോ മീൻസ് വാട്ട് എവർ ഓഫ് വാക്സിനേറ്റിംഗ് ദം. എന്ത് മരുന്നാണ് ഇവർക്ക് എല്ലാവർക്കും കൂടി രോഗം വന്നാൽ ഞങ്ങൾ നൽകുക? എന്നാൽ സ്മാൾ പോക്സ് എന്ന് പറഞ്ഞാൽ, വസൂരി എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് ഡെഡ്ലി കണ്ടാജിയൻ, അല്ലേ, ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാകുന്ന ഒരു പകർച്ചവ്യാധിയാണ്. ഇൻ ദ ഹോൾ ഡിക്ഷണറി ഓഫ് ഡിസീസ്, അല്ലേ, ഈ ഒരു അസുഖത്തിൻ്റെ ഡിക്ഷണറിയിൽ ഏറ്റവും കൂടുതൽ ഭയമുളവാക്കുന്ന ഒരു രോഗമായിരുന്നു സ്മാൾ പോക്സ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും കൂടി രോഗം വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. Back in the surgery, one of the Lascars was in the grip of a violent rigor. I turned from a shivering man to the serang, whose incalculable eyes remained fixed upon me. We have got and isolate this man. Check on the contact. There was no sick bay on the board, not an inch of available cabin space. Baffled, I looked at the serang, who, undismayed, again turned upon me a full force of his eyes. We will make a shelter on the after deck, Dr. Sahib. Very cool there, with a plenty of fresh air. ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജോലിക്കാരൻ്റെ ശരീരം വളരെയധികം വിറക്കാൻ തുടങ്ങി. അങ്ങനെ ഈ വിറക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് അവരുടെ അടുത്ത് നിന്ന് ഞാൻ ഹസൻ്റെ അടുത്തേക്ക് ചെന്നു. ഇവരെ വേർതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ ഹസനോട് പറഞ്ഞു. അസുഖം വന്ന ആളുകളെ അസുഖമില്ലാത്തവരുടെ കൂടെ താമസിപ്പിച്ചാൽ അവർക്കും കൂടെ അസുഖം വരും. അതുകൊണ്ട് അസുഖം വന്നവർക്ക് കിടക്കാൻ കപ്പലിൽ ഒട്ടും തന്നെ ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വിഷമത്തോടെ ഹസനെ നോക്കി. അദ്ദേഹം പറയുകയാണ്, കപ്പലിൻ്റെ ആളൊഴിഞ്ഞ തട്ടിൽ പിറകുവശത്തായി അവർക്ക് വിശ്രമിക്കാൻ ഒരു സൗകര്യമൊരുക്കാമെന്ന് പറഞ്ഞു. യാതൊരു പരിഭ്രമവും കൂടാതെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം പറയാൻ കാരണം അവിടെ വെരി കൂൾ ദർ, അവിടെ വളരെയധികം തണുപ്പായിരുന്നു. അതുപോലെ തന്നെ വിത്ത് പ്ലെൻറ്റി ഓഫ് ഫ്രഷ് എയർ, ധാരാളം ശുദ്ധമായി കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണത്. അതുകൊണ്ട് നമുക്ക് അവിടെ ഈ ഒരു അസുഖമുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അവരെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താമെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഐ ഹിയർ ടു സ്റ്റോപ്പ് മൈ ക്ലാസ്. താങ്ക് യു.